എത്ര നാളായി? നമ്മൾ മലയാളത്തിൽ ഈ ഒരു വാക്ക് വെച്ച്, ഈ ഒരു വാചകം വെച്ച് നമ്മളെല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം കന്നഡയിൽ എത്ര നാളായി എന്ന് ചോദിക്കുന്നത് ഇപ്പം എത്ര ദിവസമായി എന്നാണ്. അതായത് എഷ്ടു ദിവസമായിത്തു. ഇവർ ഇതിപ്പം കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചോദിക്കാം എഷ്ടു ദിവസമായിത്തു എന്ന് ചോദിക്കുന്നതിൽ ഒരു ലോജിക് ഉണ്ട്. പക്ഷേ കുറേ വർഷങ്ങളായാലും കുറേ മാസങ്ങളാണെങ്കിൽ പോലും കുറച്ച് ആഴ്ചകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളാണെങ്കിലും ഈ കന്നഡക്കാർ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എഷ്ടു ദിവസമായിത്തു. ഓക്കെ, പിന്നെ എഷ്ടു തിങ്കളായിത്തു വേണമെങ്കിൽ ചോദിക്കാം. കൃത്യമായിട്ട് നമ്മൾ മാസത്തെ പറ്റിയാണ് നമുക്കൊരു ഐഡിയ എങ്കിൽ നമുക്ക് ചോദിക്കാം എഷ്ടു തിങ്കളായിത്തു. ഓക്കെ, തിങ്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം, ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം, അറിയാലോ. പിന്നെ ഇതിനെല്ലാം ഉത്തരം. ഓക്കെ, അപ്പം ഇത്ര ദിവസമായി, ഇത്ര ആഴ്ചയായി, ഇത്ര മാസങ്ങളായി അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളായി എന്ന് അവർ പറയും. പക്ഷെ പറയുന്നതിന് മുൻപ് അവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം 2 മാസമായി എന്ന് വിചാരിച്ചോ. അപ്പം 2 മാസമായി എന്ന് പറയുന്നത് എരടു തിങ്കളായിത്തു എന്നാണ്. എരടു തിങ്കളുകളു എന്നൊക്കെയാണ് പ്രോപ്പറായ കന്നഡ. പക്ഷേ എരടു തിങ്കളായിത്തു എന്ന് പറയാറുള്ളൂ. അപ്പം എരടു തിങ്കളായിത്തു എന്ന് പറയുന്നതിന് പകരം കന്നഡക്കാർ, കന്നഡ മാതൃഭാഷയായി സംസാരിക്കുന്നവരും അത് നല്ലപോലെ പഠിച്ചിരിക്കുന്നവരും പറയുന്നൊരു കാര്യമാണ് ആയിത്തു എരടു തിങ്കളു. ഓക്കെ, അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ശൈലിയിലല്ല. അവരിങ്ങനെ ആലോചിച്ച് ആയത്തു എന്തോ എരടു തിങ്കളായത്തു. ഓക്കെ, അപ്പം ആദ്യം അവർ പറയും ആയത്തു, അതിനുശേഷമാണ് ആലോചിക്കാനുള്ള സമയം. ഈ സ്പെക്സ് വെക്കുന്നവർ, കന്നഡ വെക്കുന്നവർ, അവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്ന നേരത്ത് അവർക്കത് ആലോചിച്ച് പറയാൻ സമയം വേണമെങ്കിൽ കണ്ടിട്ടില്ലേ, അവരതെടുത്ത് ഒന്ന് ഊതി തുടച്ച് അല്ലെങ്കിൽ ഈ ഷർട്ടിൽ തുടച്ച് പതുക്കെ ആ സമയം കൊണ്ട് അവർ ആലോചിച്ചത് പറയും. അപ്പോൾ അതേപോലെ തന്നെ ഈ കന്നഡക്കാർ ആദ്യം പറയും ആയത്തു, അതിനുശേഷം ആലോചിക്കും, എന്നിട്ട് ചിലപ്പോൾ വീണ്ടും ആയത്തു എന്ന് പറയും, അല്ലെങ്കിൽ വീണ്ടും ആയത്തു പറയാതെ ആ ഒരു ടൈം പീരീഡ് പറയും. ഓക്കെ, അപ്പം എഷ്ടു ദിവസം ആയത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസമായി എന്ന് ചോദിച്ച് ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എഷ്ടു ദിവസം ആയത്തു, ഈ ദിവസം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവ് തന്നെയാവാം. അപ്പം എഷ്ടു ദിവസം ആയത്തു എന്ന് ചോദിക്കുന്ന നേരത്ത് ആയത്തു എന്തോ 5-6 ദിവസം ആയത്തു ഓക്കെ എന്ന് പറയാം. എഷ്ടു ഇപ്പം ആഴ്ചയാണെങ്കിൽ വാര, ഓക്കെ, ആയത്തു ಒಂದು 3 ವಾರ ಆಯಿತು. ಇನಿ ಮಾಸಗಳಾണെങ്കിൽ ಆಯಿತು 8-9 ತಿಂಗಳು എന്ന് പറയും. ഇനി വർഷമാണെങ്കിൽ ആയിത്തു സുമാരു ಒಂದು 5-6 ವರ್ಷ, അവിടെ വേണമെങ്കിൽ ആയിത്തു എന്ന് പറയാം. ആയിത്തു സുമാരു ಒಂದು 5-6 ವರ್ಷ ആയിത്തു. ഇവിടെ ഈ സുമാരു എന്ന് പറയുന്നത് ഏകദേശം എന്നാണ്. പിന്നെ ഇതിനെല്ലാം ശരിയായ കന്നഡയിൽ വരുന്നത് ദിവസಗಳು അല്ലെങ്കിൽ ദിനಗಳು, വാരಗಳು, തിങ്കളുകളു, വർഷಗಳು എന്നൊക്കെയാണെങ്കിലും നമ്മൾ സംസാരത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ദിവസ അല്ലെങ്കിൽ ദിന, വാര, തിങ്കളു, വർഷ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, ഇവർ ആദ്യം തന്നെ ആയിത്തു എന്ന് പറഞ്ഞ് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് ആലോചിക്കാൻ വേണ്ടി സമയത്തിനായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് തലമുറകളായി അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടുമായിരിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.